Good morning, my dear students. Welcome back to our new class. In the last class, we will discuss about Indus Valley civilization and its features. Okay. Now we can go on the concluding parts of the Indus Valley civilization. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോ ഇന്ന് നമ്മൾ ഒരു ചെറിയ പോർഷനും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ദ ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് അഗ്രികൾച്ചർ, ട്രേഡ്, എക്സെട്ര, കൊമേഴ്സ് അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മളതിൻ്റെ ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്. ബിലീവ് ഇൻ ഇൻഡസ് വാലി സൊസൈറ്റി അല്ലേ. ഇൻഡസ് വാലി സൊസൈറ്റിയിലെ ആളുകളുടെ ബിലീഫ്സ് എങ്ങനെയായിരുന്നു, അവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Belief systems. The seal found from Harappa provide information about the belief system. Clay figures of women have widely been discovered. They prove the existence of worshipping of mother goddess. Such worship existed in connection with fertility of the soil. Historians opine that the figures of men found from here are the early form of Shiva, Proto-Shiva. They also worshipped animals and trees. The Great Bath unearthed in Mohenjo-daro might have been used for religious ceremonies. So, ഇൻഡസ് വാലി പീപ്പിൾസിൻ്റെ ബിലീഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്കവേഷൻ നടക്കുന്ന സമയത്ത് അത് ഹൗ ബീൻ ഫൗണ്ട് എ സ്റ്റാച്യു ഓഫ് വുമൻ അല്ലേ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശില്പം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റാച്യു ഓഫ് വുമൻ അല്ലേ, ഒരു സ്ത്രീയുടെ ശില്പം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ അവർ മദർ ഗോഡസ് എന്നാണ് പറഞ്ഞത്. മദർ ഗോഡസ് അല്ലേ, അവരതിനെ മദർ ഗോഡസ് എന്ന പേരിലാണ് നമ്മൾ അതിനെ വിളിച്ചിട്ടുള്ളത് അല്ലേ. മദർ ഗോഡസ്, മദർ ഗോഡസ് അല്ലെങ്കിൽ മാതൃദേവത അല്ലേ. അപ്പോൾ ഈ മാതൃദേവത എന്ന് പറയപ്പെടുന്ന ഒരു ശില്പം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളറിയാം നമ്മൾ ഇന്ന് ദേവിമാരേനൊക്കെ ആരാധിക്കുന്ന ഒരു സിസ്റ്റം അല്ലേ പ്രസന്റ് സൊസൈറ്റിയിലും നിലനിൽക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഹിന്ദു ബിലീഫ്സിൻ്റെ ഭാഗമായിട്ട് ധാരാളം ദേവന്മാരും ദേവികളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മാതൃദേവത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദൈവിക പരിവേഷം നൽകുന്ന ഒരു രൂപമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ മാതൃദേവത, മദർ ഗോഡസ് അല്ലേ, സ്റ്റാച്യു ഓഫ് മദർ ഗോഡസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ദ ഇൻഡസ് സിറ്റീസ്. ഇൻഡസ് സിറ്റിയിൽ നമുക്ക് ഒരു മാതൃദേവത അല്ലെങ്കിൽ മദർ ഗോഡസിൻ്റെ ഒരു സ്റ്റാച്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. The clay figures of women have widely been discovered. They prove the existence of worshipping of mother goddess. Such worship existed in connection with the fertility of the soil. അല്ലെങ്കിൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് അവർ ഈ മദർ ഗോഡസിനെ കണക്കാക്കപ്പെടുന്നത് അല്ലേ. അതായത് ഫെർട്ടിലിറ്റീനെ, അതിപ്പോൾ നമുക്കറിയാം മനുഷ്യന്മാരിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരു പുതിയ തലമുറക്ക് ജന്മം നൽകുന്നത് ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, അതായത് സ്ത്രീകൾക്ക് വളരെ നല്ലൊരു സ്റ്റാറ്റസ് ആ സൊസൈറ്റിയിൽ ലഭിച്ചിരുന്നു എന്നും കൂടെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അല്ലെങ്കിൽ സ്ത്രീകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ ഒരു നല്ല സ്ഥാനമുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മാതൃദേവത അല്ലേ, സ്ത്രീകളെ അവർ ദേവതകളോട് ഉപമിക്കുകയാണ്, അല്ലെങ്കിൽ അത്രയും സ്ത്രീകൾക്കൊരു ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് അല്ലേ. സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം എവിടെ കിട്ടിയിരുന്നു? ഇൻഡസ് സൊസൈറ്റിയിൽ ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അവർ സ്ത്രീകളെ ദേവതകളോട് ഉപമിച്ചിരിക്കുകയാണ്. അതാണ് മദർ ഗോഡസ് എന്ന് പറയുന്നത്, മാതൃദേവത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഫെർട്ടിലിറ്റിനെ കൂടി അത് സൂചിപ്പിക്കുകയാണ്. എന്തിൻ്റെ മാത്രമല്ല, അത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിനും കൂടെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. Historians opine that the figures of men found from here are the early form of Shiva, Proto-Shiva. അതുപോലെ തന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞു മദർ ഗോഡസിൻ്റെ ഒരു സ്റ്റാച്യു കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഫിഗർ ഓഫ് മെൻ അല്ലേ, ഒരു പുരുഷൻ്റെ രൂപവും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഫിഗർ ഓഫ് മെൻ ഓൾസോ ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ദ ഇൻഡസ് സിറ്റീസ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ Proto-Shiva. ദാറ്റ് ഈസ് Proto-Shiva അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഫോം ഓഫ് ശിവ അല്ലെങ്കിൽ ഏർലി ഫോം ഓഫ് ശിവ എന്നൊക്കെ പറയാം. Proto-Shiva. They also worship the animals and trees. മാത്രമല്ല അവർ എന്തിനെല്ലാം വർഷിപ്പ് ചെയ്തിരുന്നു? ആനിമൽസ് ആൻഡ് ട്രീസ്, മൃഗങ്ങളെയും കൂടെ അവർ എന്ത് ചെയ്തു? ആരാധിച്ചിരുന്നു അല്ലെ. ആനിമൽസ് ആൻഡ് ട്രീസ്, മൃഗങ്ങളെ കൂടെ അവർ
ആരാധിച്ചിരുന്നു. The Great Bath unearthed in Mohenjo-daro might have been used for religious ceremonies. നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ബാത്ത് അല്ലേ, മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഗ്രേറ്റ് ബാത്ത് അത് അവർ റിലീജിയസ് ബിലീഫ്സിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളുടെ സമയത്ത് പുരോഹിതന്മാരെ കുളിക്കാനോ മറ്റോ ഉപയോഗിച്ചിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നു. സാധാരണ ജനങ്ങളും അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പ്രധാനമായിട്ടും റിലീജിയസ് സെറിമണിയുടെ ഭാഗമായിട്ട് പുരോഹിതന്മാരെ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് മോഹൻ അല്ലെങ്കിൽ ഇൻഡസ് സിറ്റീസിൻ്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷൻ്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ് സിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റീസ് ആയിരുന്നു അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റീസ് അത് നമ്മൾ പറഞ്ഞു. ഫീച്ചേഴ്സ് സിറ്റി പ്രധാനമായിട്ടും രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ലോവർ പാർട്ട് ആൻഡ് അപ്പർ പാർട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. സിറ്റീസ് ഓരോ സിറ്റീസിനും രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു, ലോവർ പാർട്ട് ആൻഡ് അപ്പർ പാർട്ട് അല്ലേ, ഉയർന്ന ഭാഗം. അപ്പം അത് സിറ്റാഡൽ എന്നാണ് അതിനെ പറയാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോ സിറ്റിയും രണ്ട് ഭാഗമായിരുന്നു അല്ലേ. പാർട്ട് ഓഫ് ദ സിറ്റി വാസ് വെസ്റ്റ് വാസ് ഹയർ ആൻഡ് ഈസ്റ്റ് വാസ് ദ ലോവർ. ഓരോ സിറ്റിനെയും അവർ രണ്ട് ഭാഗമാക്കി തരംതിരിച്ചിരുന്നു. ഇന്ത്യ സിറ്റീസിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഓരോ സിറ്റീസിനെയും അവർ എന്താക്കി തരുന്നു, രണ്ട് ഭാഗം, ഹയർ പാർട്ട് ആൻഡ് ലോവർ പാർട്ട്. അതിൽ വെസ്റ്റ് എന്തായിരുന്നു, ഹയർ പാർട്ടായിരുന്നു അല്ലേ. അതാണ് നമ്മൾ സിറ്റാഡൽ എന്ന് പറയുന്നത്. അത് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള ഒരു ഭാഗം, ജസ്റ്റ് ഒരു സ്ഥലം, അതിനെ അവരിങ്ങനെ രണ്ടാക്കി തരംതിരിച്ച് മണ്ണിട്ട് ഉയർന്ന ഒരു ഭാഗം അല്ലേ. പിന്നെ താഴ്ന്ന ഒരു ഭാഗം, അതിൽ വെസ്റ്റ് എന്തായിരുന്നു, ഹയർ പാർട്ടായിരുന്നു. നമ്മൾ സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപ്പട്ടണം എന്ന് പറയും അതിനെ അല്ലേ. സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപ്പട്ടണം അങ്ങനെയാണ് അതിന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈഡിൽ അല്ലേ, ഈസ്റ്റേൺ സൈഡിലെ ലോവർ പാർട്ട്. അപ്പോൾ ഓരോ സിറ്റീസിനും രണ്ട് ഭാഗമുണ്ടായിരുന്നു അല്ലേ, ഹയർ പാർട്ട് ആൻഡ് ലോവർ പാർട്ട്. അല്ലെങ്കിൽ ഹയർ പാർട്ടാണ് എന്ന് പറയുന്നത് സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപ്പട്ടണം. ഓരോ സിറ്റിനെയും രണ്ട് ഭാഗമാക്കി തിരിച്ചിരിക്കുന്നു. സിറ്റിനെ മണ്ണിട്ട് ഉയർന്നൊരു ഭാഗം, മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളൊരു ഭാഗം, ആ ഭാഗത്തിനെ അവർ സിറ്റാഡൽ എന്ന് പറയുന്നു അല്ലേ, മേൽപ്പട്ടണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലോവർ പാർട്ട്, ഈസ്റ്റേൺ സൈഡിൽ ലോവർ പാർട്ട് ഉണ്ട്. അപ്പോൾ ഓരോ സിറ്റിക്കും രണ്ട് ഭാഗങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടൊന്ന് പറഞ്ഞു എല്ലാ ഹൗസുകൾ അല്ലേ, ഹൗസുകൾ ഇങ്ങനെ നിരനിരയായിട്ടാണ് അവർ ക്രമീകരിച്ചിരുന്നത് അല്ലേ. ഓരോ ഹൗസിനും എന്തുണ്ടായിരുന്നു, കിണറുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഈ എക്സ്ട്രാ ഡ്രൈനേജ് സിസ്റ്റം അല്ലേ, എ സുപ്പീരിയർ മോസ്റ്റ് സൂപ്പർ ഡ്രൈനേജ് സിസ്റ്റം. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ, ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അതായത് ദ ഡ്രെയിൻ വാട്ടർ ഫ്രം ദ ഹൗസ് കണക്റ്റഡ് ടു ദ ഡ്രൈനേജ് സിസ്റ്റം ഓഫ് ഈച്ച് ഹൗസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഡ്രൈനേജ് സിസ്റ്റം കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രൈനേജ് സിസ്റ്റം. അതായത് ഓരോ വീട്ടിൽ നിന്നും പോകുന്ന അഴുക്ക് വെള്ളം അവരെന്ത് ചെയ്തിരുന്നു, കൃത്യമായിട്ട് അഴുക്ക് വെള്ളം കളയാനുള്ളൊരു ഡ്രെയിനേജ് ഓരോ വീട്ടിനും ഉണ്ട്. അത് അതുപോലെ റോഡ് അരികിൽ ഒരു വലിയ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും വരുന്ന അഴുക്ക് വെള്ളം റോഡ് സൈഡിലുള്ള വലിയ ഡ്രെയിനേജിലേക്ക് അവർ കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡ്രെയിനേജ് എവിടേക്കാണ് പോകുന്നത്, സിറ്റിയുടെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു വലിയൊരു ഡ്രെയിനേജ് വേറെ ഉണ്ടായിരുന്നു, അതിലേക്ക് കൃത്യമായിട്ട് ഈ അഴുക്ക് വെള്ളം ചെന്ന് ചാടുമായിരുന്നു അല്ലേ. അപ്പോൾ ഒരു സുപ്പീരിയർ, ഒരു സൂപ്പർ ഡ്രെയിനേജ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, ഇൻഡസ് സിറ്റീസിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യമായിരുന്നു എന്ത്, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് അല്ലേ. ഒരു സൂപ്പർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ കൺസ്ട്രക്ഷൻ്റെ ഭയങ്കര ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് ഉണ്ടായിരുന്നത്, മോഹൻജൊദാരോ. പിന്നെ നമ്മൾ കണ്ട എന്താണ്, അവരുടെ അഗ്രികൾച്ചർ അല്ലെ, ഗ്രാനറി ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ഗ്രാനറി? ഗ്രാനറി ഇസ് ദ സ്റ്റോറേജ് ഹൗസ് അല്ലേ. എക്സസ് എമൗണ്ട് വരുന്ന ഗ്രെയിൻസ് എല്ലാം തന്നെ അവർ സ്റ്റോർ ചെയ്തിരുന്ന ഒരു സ്ഥലം അല്ലേ. ഗ്രാനറി ഇസ് എ സ്റ്റോറിങ് പ്ലേസ്. അത് അവരുടെ ആവശ്യത്തിലധികം വരുന്ന ഗ്രെയിൻസുകൾ അല്ലെ, ധാന്യങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രാനറി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ദ മെയിൻ occupation of the people of Harappan society was agriculture അല്ലേ. വെരി ഫെർട്ടൈൽ സോയിൽ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദ വാട്ടർ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ became a reason for the development of agriculture in the Harappan society. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പിന്നെ നമ്മൾ
പ്രധാനമായിട്ടും പറയുന്നത് ഹാരപ്പൻ സീലുകളെ കുറിച്ചാണ് അല്ലെ. ഹാരപ്പൻ സീലുകൾ പ്രധാനമായിട്ടും എവിടെ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈജിപ്ഷ്യൻ, സുമേറിയ, ഈജിപ്റ്റ്, ബാബിലോണിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ദർ വിൽ ബി എ സ്ട്രോങ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ നേഷൻസ് അല്ലെ. ഹാരപ്പൻ പീപ്പിളിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഹാരപ്പൻ സീലിൽ എന്താണ് ഹരിയൂപ്പിയ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഈ ഹരിയൂപ്പിയ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹാരപ്പയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് കോട്ടൺ കൾട്ടിവേഷൻ തുടങ്ങിയത് ആരായിരുന്നു? ഹാരപ്പൻ പീപ്പിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇറ്റ് കനോട്ട് ബി ഡെസിഫർ ടിൽ അല്ലെ. നൗ ഇറ്റ്സെൽഫ് ഇറ്റ് കനോട്ട് ബി ഡെസിഫർ. നമുക്ക് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, വായിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ. ബോസ്ട്രോഫിഡൻ എന്നാണ് അതിന്റെ പേര്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? വായിക്കാൻ സാധിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് നമുക്ക് വായിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ചരിത്രകാരന്മാർ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിൽ കൂടിയും ഇതുവരെയും നമുക്ക് ഹാരപ്പൻ സ്ക്രിപ്റ്റ് വായിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ട്രേഡിൻ്റെ കാര്യം പറഞ്ഞില്ല, സീലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. സീലുകൾ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ വളരെയധികം ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഒക്യുപ്പേഷൻസ് അല്ലേ, അവർ കരകൗശല വിദ്യകളൊക്കെ നന്നായിട്ട് അറിയുന്നവരായിരുന്നു. പോട്ടറി നിർമ്മിച്ചിരുന്നു. അതുപോലെ പലതരത്തിലുള്ള എന്താ പറയുക കരകൗശല വസ്തുക്കളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇൻഡസ് സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിൽ ഈച്ച് വൺ ഓരോന്നും എന്താണ് ഷോർട്ട് നോട്ടാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയും വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ടും ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്രയധികം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു സിവിലൈസേഷൻ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് എങ്ങനെയായിരിക്കാം ഇത് അവസാനിച്ചിട്ടുണ്ടാവുക അല്ലെ. നമ്മൾ പറഞ്ഞു ഇതിൻ്റെയൊക്കെ റൂയിൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇതിൻ്റെയൊക്കെ റൂയിൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കാം ഇതിനൊരു റൂയിനേഷൻ സംഭവിച്ചത് എങ്ങനെയായിരിക്കാം അല്ലെ. പല ചരിത്രകാരന്മാർക്കും പല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നോക്കാം. Fall of Harappan civilization. The Harappan civilization began to decline by BCE 1700. Several views prevail on the cause of its decline. A few of them are given below. അല്ലേ, അപ്പോൾ ചരിത്രകാരന്മാർ ഇൻഡസ് സിവിലൈസേഷൻ്റെ റൂയിനേഷൻ അല്ലെങ്കിൽ കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ അല്ലേ, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അധപ്പതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രകാരന്മാർക്ക് ഇതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായമാണുള്ളത് അല്ലേ. എല്ലാവരും കൃത്യമായിട്ട് ഒരേ ഒരു അഭിപ്രായമല്ല ഇതിനെക്കുറിച്ച് പറയുന്നത്. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. പ്രധാനപ്പെട്ടവ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടത് ഫ്ലഡ് എന്ന് പറയുന്നത് അല്ലേ, അതായത് ഇൻഡസ് റിവറിലെ ഫ്ലഡ് അല്ലേ. കോസസ് ഫോർ ദ ഡിക്ലൈൻ, കോസസ് ഫോർ ദ ഡിക്ലൈൻ, ഫ്ലഡ്. പ്രധാനപ്പെട്ടത് എന്താണ്? ഫ്ലഡ്, അതായത് ഇൻഡസ് റിവറിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം അല്ലെ. ഇൻഡസ് റിവറിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം മൂലമാണ് എന്ത് സംഭവിച്ചത്? ഇൻഡസ് വാലി സിവിലൈസേഷന് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ നശിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? There have been happened a flood in the Indus River. ഇൻഡസ് റിവർ, സിന്ധു നദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ഇൻഡസ് റിവർ അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷന്റെ അധപ്പതനത്തിലേക്ക് നയിച്ചത് എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. എക്സ്റ്റേണൽ ഇൻവേഷൻ, അതായത് ദ അറൈവൽ ഓഫ് ആര്യൻസ്. എക്സ്റ്റേണൽ ഇൻവേഷൻ, ആര്യന്മാരുടെ വരവ് അല്ലെ. എക്സ്റ്റേണൽ ഇൻവേഷൻസ് എസ്പെഷ്യലി ആര്യന്മാരുടെ അല്ലെ, ആര്യന്മാര് ഇന്ത്യയിലേക്ക് വന്നതാണ്. ദ ഇൻവേഷൻ ഓഫ് ആര്യൻസ്, ഇതാണ് എക്സ്റ്റേണൽ ഇൻവേഷൻ എന്ന് പറയുന്നത്. ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനമാണ് ഇൻഡസ് സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് മറ്റൊരു കൂട്ടം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഡീഫോറസ്റ്റേഷൻ അല്ലെ, വനനശീകരണം. നമുക്കറിയാം ഏതൊരു പറയാ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഒരു റീസൺ ആയിട്ട് ഈ ഡീഫോറസ്റ്റേഷൻ വരുന്നുണ്ട് അല്ലേ. വനനശീകരണം വരികയും അവർക്ക് പിന്നീട് കാലാവസ്ഥയിൽ മാറ്റം വരുന്നു, അങ്ങനെ സംഭവിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, നമ്മൾ പറഞ്ഞു മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദി ഇൻഡസ് പീപ്പിൾ ഇസ് ദ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള ആ തകർച്ച അവർക്ക് വരുമാന മാർഗങ്ങളില്ലാതെ വരികയും ട്രേഡിൽ നശിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ലെവലിൽ ഇൻഡസ് സിവിലൈസേഷൻ നശിച്ചുപോയി എന്നും പറയുന്നു അല്ലേ.
ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ. ഇങ്ങനെയും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദെൻ എപ്പിഡമിക്സ്, അതായത് പകർച്ചവ്യാധി അല്ലേ. നമുക്കറിയാം ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പിഡമിക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊക്കെ തരേണ്ട ആവശ്യമില്ല. എപ്പിഡമിക്സ് അല്ലേ, അതായത് പകർച്ചവ്യാധി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട് ഓരോ 100 കൊല്ലത്തിലും ചരിത്രം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 100 കൊല്ലത്തിലും ഓരോ പകർച്ചവ്യാധി വരുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അത്രയും വേഴ്സ്റ്റായിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മൾ. അപ്പോൾ ഈ ഇൻഡസ് പീപ്പിളിനെയും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതുപോലൊരു എപ്പിഡമിക്സ് സംഭവിച്ചിട്ടുണ്ടെന്നും അതിനുള്ള മരുന്നുകൾ കണ്ടെത്താൻ സാധിക്കാതെ ആളുകൾ കൂട്ടത്തോടെ മരിച്ചൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അല്ലേ. ഒരു പക്ഷേ ഈ ലോകം നിലനിൽക്കുകയാണ്, ഒരു 100 വർഷം കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ഒരുപക്ഷെ പഠിക്കുമായിരിക്കും ഇതുപോലെ 2020 അല്ലേ 2020 COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി ഉണ്ടാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ മരിച്ചു പോവുകയും ചെയ്തു എന്ന് ഒരു പക്ഷേ 100 വർഷം കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുമായിരിക്കാം. ചിലപ്പോൾ 100 വേണ്ടി വരില്ല, 10-20 വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു പക്ഷേ കാണാൻ സാധിക്കുമായിരിക്കും അല്ലേ. ഇൻഷാല്ലാ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 5-10 വർഷം കഴിഞ്ഞാൽ ഇനി വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പാഠഭാഗമായിരിക്കും ഈ COVID-19 ലോകം അതിനെ എങ്ങനെ നേരിട്ടുവെന്നും അല്ലേ. വളരെ അത്ര നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത്രയും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇതിനെതിരെ പൊരുതുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് പീപ്പിളും ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്നു എന്നും അത് അതിൻ്റെ തകർച്ചയ്ക്കൊരു കാരണമായി എന്നും നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഒരു പക്ഷേ 10-50 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന തലമുറ ഒരു പക്ഷേ COVID-19 കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് ഈ ജനത നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നൊരു പക്ഷേ അവർ പാഠപുസ്തകങ്ങളിലൂടെ പഠിക്കുമായിരുന്നേക്കാം അല്ലേ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ അവരും ഫേസ് ചെയ്യുകയും നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത് അതുപോലെ ഒരു പക്ഷേ ഇൻഡസ് പീപ്പിളും ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർക്കത് പറ്റാതെ വരികയും അത് ഇൻഡസ് സിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണമായിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത് അതുപോലെ അവരും ശ്രമിച്ചിരുന്നേക്കാം. അപ്പോൾ ഒരു പക്ഷേ ഇനി വരുന്ന തലമുറ ഒരു പക്ഷേ പഠിക്കുമായിരിക്കും ഇങ്ങനെയൊരു മഹാമാരി ഈ ലോകത്തുണ്ടായി എന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതിനെ നേരിടാൻ തയ്യാറായി എന്നും ഒരു പക്ഷേ കുട്ടികൾ പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമാണ് നോട്ട്സ് തനിയെ ഉണ്ടാക്കിയിട്ട് എനിക്ക് സെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ അതിലൊരു ചേഞ്ച് വരുത്തുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ ഇന്നു മുതൽ നമ്മളിനി അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം എന്താണ്, നമ്മൾ പറഞ്ഞു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ മാത്രമല്ല ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ വിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, 3 കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വൺ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് എവിടെയാണ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലേ. അപ്പോൾ എല്ലാം ഒരു വാലിയിലെ നദീതടങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. അതുപോലെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് പേരിൽ തന്നെ നമുക്ക് എന്താ അറിയാം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈജിപ്തിലാണെന്നല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും, ഒരു നദി ഉണ്ടായിരിക്കും. ഏതാണ് നദി? റിവർ നൈൽ. ഈജിപ്ഷ്യൻ, മെസോപ്പൊട്ടേമിയൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ നോക്കാം. We have discussed the Indus Valley civilization.
there were few other civilization in different parts of the world in the same period. അല്ലേ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്, വെങ്കലയുഗ സംസ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻഡസ് സിവിലൈസേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഒരു ഇത്ര വലിയൊരു സംഭവം ഒന്നുമില്ല അല്ലേ. അതായത് ബ്രോൺസ് ഏജിൽ ഈ വെങ്കലയുഗ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുറച്ച് ആളുകൾ ജീവിച്ചിരുന്നു. അവരുടെ ജീവിത രീതിയും അവരുടെ ആ ഒരു രാജ്യങ്ങളുടെ പ്രത്യേകതയും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ കൃഷി എങ്ങനെയായിരുന്നു, അവരുടെ കച്ചവടം എങ്ങനെയായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ അത്ര മാത്രമേ ഉള്ളൂ ഇത്. അപ്പം നമ്മൾ അതിനെ വളരെ സ്റ്റൈലിൽ നമ്മൾ പേരൊക്കെ വിളിക്കുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലേ, അങ്ങനെ പറയുന്നു. അത്രയേ ഉള്ളൂ ജസ്റ്റ്. അപ്പം നമുക്ക് നോക്കാം. There were Mesopotamian, Egyptian and Chinese civilization. Wide use of bronze tools was common features of all these civilization. Hence, this civilization is commonly known as Bronze Age civilization. അല്ലേ, ബ്രോൺസ് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു അല്ലെ. വെങ്കലം എന്ന് പറയുന്ന ഒരു ലോഹം അവർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വെങ്കല സംസ്കാരം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ അല്ലേ. ദേ യൂസ്ഡ് ബ്രോൺസ് ആസ് എ ടൂൾ അല്ലേ. ബ്രോൺസ് ടൂളായിട്ട് അവർ ഉപയോഗിച്ചു അല്ലേ. ബ്രോൺസിനെ അവർ ടൂളായിട്ട് ഉപയോഗിച്ചു. സോ വി കോൾ ദിസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. വൈ റിവർ വാലീസ്? എന്തുകൊണ്ടാണ് ഇവയെല്ലാം റിവർ വാലീസിൽ വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡസ് സിവിലൈസേഷൻ എവിടെയാണ്? ഇൻഡസ് റിവർ, സിന്ധു നദിയുടെ സംസ്കാരം, സിന്ധു നദിയുടെ തീരത്ത് അല്ലേ. അത് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ വിളിക്കാൻ കാരണം എന്താണ്? ദ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ ഈസ് ഹാരപ്പ. സോ വി കോൾ ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവയെല്ലാം റിവർ വാലിയിൽ, നദീതീരങ്ങളിലെല്ലാം ഇങ്ങനെ സംഭവിച്ചിരിക്കാനുള്ള കാരണം എന്തായിരിക്കാം നോക്കാം. Element had not mastered the technology of acquiring from lands by clearing the forest. So he began farming in grassland and could easily be made arable. The river valleys of the Nile, the Euphrates and the Indus were the vast areas of grasslands. Fertile soil, plenty of water, grazing field, etc. were the favorable factors for the concentration of the human settlement in the river valleys. These river valleys were cradle of civilization. അല്ലേ, എന്തുകൊണ്ടാണ് ആധുനിക എന്താ പറയുക പ്രാചീന ജലങ്ങൾ റിവർ വാലീസിനെ സെലക്ട് ചെയ്യാൻ കാരണം? എന്താ കാരണം? ഇന്നത്തെ കാലത്തെ ജനങ്ങളെ പോലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർക്ക് അറിയുമായിരുന്നില്ല. ഇന്നത്തെ തരത്തിലുള്ള ആളുകളുടെ ടെക്നോളജികളൊന്നും അവർക്ക് അറിയില്ല. ഒരുപക്ഷെ അവർ ഉപയോഗിക്കാൻ പഠിച്ചിരുന്നു അല്ലേ. നമുക്കറിയാം അവർ വളരെയധികം നല്ല ടൂൾസൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർ ഉപയോഗിച്ചില്ല. അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് കോട്ടം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും അവർ ചെയ്തില്ല അല്ലെ. ഡിഫോറസ്റ്റേഷൻ ഒന്നും അവർക്ക് അറിയില്ല. അപ്പോൾ നമുക്കറിയാം വാസ്റ്റ് ഏരിയ എന്ത് തന്നെയാണ്? കാട് പിടിച്ചു കിടക്കുന്ന ഏരിയ ആയിരുന്നു അല്ലേ. ജനങ്ങൾ ഇന്നത്തെ പോലെയുള്ള തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ജനങ്ങളൊക്കെ ഉള്ളൂ. കൂടുതൽ ഭാഗം എന്തായിരുന്നു? ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. പക്ഷെ അവർ ആ ഫോറസ്റ്റ് ഏരിയയിലൊന്നും യാതൊരു തരത്തിലുള്ള അതിനെയൊന്നും യാതൊരു തരത്തിലും അവർ ഉപദ്രവിച്ചില്ല, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് അവർ പോയതേ ഇല്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ റിവറിൻ്റെ ഭാഗത്തൊക്കെ നിറയെ ഗ്രാസ് ലാൻഡുകളായിരുന്നു അല്ലേ, നിറയെ പുൽമേടുകളായിരുന്നു. അപ്പോൾ അവർ ഒരുപക്ഷെ ഫോറസ്റ്റിൽ ധാരാളം മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊന്നും യാതൊരു തരത്തിലും അവരെ എഫക്റ്റ് ചെയ്തില്ല അല്ലെ. ആ ഭാഗത്തേക്കേ അവർ പോയില്ല. അല്ലെങ്കിൽ കാടുകൾ വെട്ടി നശിപ്പിക്കുവാനോ അവിടം വാസയോഗ്യമാക്കി തീർക്കാനൊന്നും ഇവർ ശ്രമിച്ചില്ല. പകരം ഒഴിഞ്ഞിടക്കുന്ന നദീതീരങ്ങളിലേക്ക് വന്നു അല്ലേ. അവിടെയാണെന്നുണ്ടെങ്കിൽ നിറയെ എന്തുണ്ട്? ഗ്രാസ് ലാൻഡുകളുണ്ട്, നല്ല ഫെർട്ടൈൽ സോയിലുണ്ട്, മാത്രമല്ല ആവശ്യത്തിലധികം ജലവുമുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് കൃഷി എങ്ങനെയാണ് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദ വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ അല്ലേ. അതായത് ജലത്തിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയുമാണ് കൃഷിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതാര് മനസ്സിലാക്കിയിരുന്നു? ഇൻഡസ് പീപ്പിളിന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നദിയുടെ തീരങ്ങളിലും വളരെയധികം ഫെർട്ടൈൽ സോയിൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി അവർ അവിടെ അങ്ങനെ താമസിക്കാൻ തുടങ്ങി അല്ലേ. അത് അവർക്ക് വളരെ ഈസി ആയിരുന്നു. കാരണം ജലത്തിൻ്റെ ലഭ്യതയുണ്ട്, നന്നായിട്ട് കൃഷിയും അവർക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് അവർ എന്ത് തിരഞ്ഞെടുത്തു? നദിയുടെ തീരങ്ങൾ തിരഞ്ഞെടുത്തു. നോട്ട് ഓൺലി ഇൻഡസ്, യൂഫ്രട്ടീസ്, നൈൽ ഓൾസോ അല്ലേ, ഹൊയാങ്കോ ഓൾസോ. അത് ഇൻഡസ് അല്ലെങ്കിൽ ഇൻഡസ് റിവറിൻ്റെ തീരങ്ങളിൽ മാത്രമല്ല. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെങ്കിൽ അത് എവിടെയാണ്? നൈൽ. ഈജിപ്ഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്? അത് നൈൽ നദിയുടെ തീരത്തിലാണ് ഈജിപ്ഷ്യൻ. ആൻഡ് മെസോപ്പൊട്ടേമിയ ആണെന്നുണ്ടെങ്കിൽ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് അല്ലേ, പ്രസന്റ് ഇറാഖ്.
ഇപ്പോഴത്തെ ഇറാഖിൽ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇറാഖിൻ്റെ ഓൾഡസ്റ്റ് നെയിമാണ് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഇറാഖിൽ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് ഈ നദീതീരങ്ങളിലാണ് ഏതുണ്ടായിരുന്നത്, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ചൈനീസ് സിവിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൊയാങ് ഹോ, ചൈനീസ് സിവിലൈസേഷൻ ഹൊയാങ് ഹോ ഈ നദീതീരങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടായത്. So these rivers are known as the cradle of civilizations അല്ലേ, cradle of civilization. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഏതാണ്, ഈ 4 നദികളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട നദികളാണ് അല്ലേ. റിവർ ഇൻഡസ് ഇൻ ഇന്ത്യ, നൈൽ ഇൻ ഈജിപ്റ്റ്, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് ഇൻ ഇറാഖ് or Mesopotamia and Hoang Ho in China. These 4 rivers is came to be known as the cradle of civilizations അല്ലേ. അതായത് സംസ്കാരങ്ങളുടെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഈ 4 നദികളുമാണ് അല്ലേ. അപ്പോൾ അവർക്ക് ഈ നദീതീരങ്ങളിൽ അവർ താമസം ആരംഭിച്ചു, അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റിൽമെന്റ് നദീതീരങ്ങളിൽ അവർ സ്ഥാപിച്ചത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേടാൻ സാധിച്ചു അല്ലേ. അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അത് എന്തൊക്കെയായിരുന്നു അത്, and grazing the field and plenty of water, fertile soil അല്ലേ, areas of vast grassland അല്ലേ, വലിയ പുൽമേടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വളരെയധികം ഫലഭൂഷ്ടിയുള്ള മണ്ണുണ്ടായിരുന്നു അല്ലേ, വളരെ ഫെർട്ടൈൽ സോയിൽ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് സാധിക്കും, ധാരാളം ജലത്തിൻ്റെ ലഭ്യതയുണ്ട്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, ഇവ രണ്ടും എന്തിനെ സ്വാധീനിക്കുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. മാത്രമല്ല വാസ്റ്റ് ഗ്രാസ് ലാൻഡുകളുണ്ട്. നമുക്കറിയാം അവർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നടത്തിയിരുന്നു, മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാസ് ലാൻഡ് ആ പ്രദേശത്തുണ്ട്. അപ്പോൾ മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് അവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, ഗ്രാസ് കൊടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന് അല്ലേ. അവർ നദീതീരങ്ങളെ സെലക്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ അവർക്ക് എന്ത് സാധിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതായത് വളരെയധികം ഫലഭൂഷ്ഠതയുള്ള മണ്ണുണ്ടായിരുന്നു, ജലത്തിൻ്റെ ലഭ്യത കൂടുതലായിരുന്നു, ഗ്രാസ് ലാൻഡുകൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം അവിടെ അവരെ ജീവിക്കുവാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നദീതീരങ്ങൾ അവരുടെ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ ഇതെല്ലാം കാരണമായില്ലേ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, ഹൈ ഗ്രാസ് ലാൻഡ്, ഇവയെല്ലാം ഇവർ നദീതീരങ്ങൾ അവരുടെ സെറ്റിൽമെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണമായി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 4 സിവിലൈസേഷനാണ് കണ്ടംപററി ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അല്ലേ, സമകാലീനമായിട്ടായിരുന്നു അല്ലേ. അതായത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്തിലാണെന്നുണ്ടെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനയിൽ ചൈനീസ് സിവിലൈസേഷൻ. ഇവ 4ഉം കണ്ടംപററി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരേ ടൈമിൽ ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഈ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ മാപ്പ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വേൾഡ് മാപ്പിൽ ഇവ കാണുകയുള്ളൂ. ഏകദേശം ഒരു നേർരേഖയിലാണ് ഇവ 4ഉം വരുന്നത് അല്ലേ. ഏകദേശം ഒരേ നേർരേഖയിൽ കൂടെ വരുന്നു. 2 എണ്ണം നോക്കൂ നിങ്ങൾ, 2 എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ നേർരേഖയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നോക്കൂ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്ത് കാണുന്നത് നമ്മൾ, മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലേ. പിന്നെ ഏഷ്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. അപ്പോൾ ഇവ 4ഉം ഒരേ കാലഘട്ടത്തിൽ ഭൂമിയുടെ ഒരേ നേർരേഖയിൽ കിടക്കുന്ന പോലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കോമൺ ഫീച്ചേഴ്സ് എല്ലാത്തിനും ഒരുപോലെ തന്നെയായിരുന്നു അല്ലേ. 4നെയും കൂടെ നമ്മൾ എന്ത് വിളിക്കുന്നു, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് വിളിക്കുന്നു അല്ലേ. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. ദീസ് 4 civilizations are commonly known as Bronze Age civilizations. Okay, each civilization is flourished under the river valleys. Each civilization flourished on the river valleys. Indus civilization on the bank of river Indus, Egyptian civilization on the bank of river Nile, Mesopotamian civilization flourished in the land by area of Euphrates and Tigris, and Chinese civilization near Hoang-ho river. അപ്പോൾ ഓരോ നദീതീരങ്ങളിലായിട്ടാണ് ഈ 4 സിവിലൈസേഷൻസും ഉടലെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 നദികളെ കൂടി നമ്മൾ എന്ത് വിളിക്കുന്നു, ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.